കേരളം സെർച്ച് ചെയ്യുന്ന അർജുൻ ആയെങ്കിൽ ആരാണ് എന്ന് നമുക്ക് നോക്കാം. കാരണം ആഭ്യന്തര വകുപ്പിനെ പോലും വെല്ലുവിളിക്കുന്ന ഇത് നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പാർട്ടി പ്രസ്ഥാനം വളർത്തി വന്ന ആളല്ല ഞാനെന്ന് ആഭ്യന്തര മന്ത്രിയെ പോലും വെല്ലുവിളിച്ച് സംസാരിക്കുന്ന അർജുൻ ആയെങ്കിൽ ആരാണ് ശരിക്കും? എന്റെ അറിവിൽ അദ്ദേഹം അന്തർ സംസ്ഥാന സ്വർണ്ണ കവർച്ച സംഘ തലവനാണ്. അല്ലാതെ അദ്ദേഹം ഇത്രമാത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട അത്ര വലിയ പ്രശസ്തനായ വ്യക്തിയൊന്നുമല്ല. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പരിസരത്ത് സ്വർണം സൂക്ഷിച്ചിരുന്ന വണ്ടിയിൽ നിന്നും സ്വർണ്ണ കവർച്ച നടത്തിയിട്ടാണ് ഈ മഹാൻ ആദ്യമേ പിടിയിലാകുന്നത്. അതും 2022 അന്ന് മുതലാണ് സ്വർണ്ണ കവർച്ച തലവൻ പിടിയിലായി കഴിഞ്ഞപ്പോൾ പല കൊലപാതക കേസുകളിലും ആസൂത്രണ കേസുകൾ വരെ പിടികിട്ട പുള്ളിയായിരുന്നു ഈ മഹാൻ എന്ന് കേരള ജനത മനസ്സിലാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം, അതായത് 2-3 ദിവസം മുന്നേ അർജുൻ ആയെങ്കിൽ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയി, കളമശ്ശേരിയിലായിരുന്നു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇട്ടു, സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറിനെ പിന്തുടർന്ന് വന്നിട്ടാണ് കുറച്ച് പോലീസുകാർ അർജുൻ ആയെങ്കിനെ അറസ്റ്റ് ചെയ്തത്. അതായത് താൻ ഒന്നും ചെയ്തിട്ടില്ല, താൻ ഒന്നിന്റെയും ഭാഗമല്ല, തന്നെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അർജുൻ ആയെങ്കിൽ വന്നത്. അതായത് സ്റ്റോറി ഇട്ടു, താൻ കൂട്ടുകാരൊത്ത് ഡാൻസ് കളിക്കുന്ന സ്റ്റോറിയാണ് പങ്കിട്ടത്. അത് അല്ലാതെ ഞാൻ വേറൊന്നും പണി നടത്താൻ വേണ്ടി അവിടെ പോയതല്ല എന്നാണ് അർജുൻ ആയെങ്കിയുടെ വാദം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പോലീസുകാർ പിന്തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, മൂവാറ്റുപുഴ സ്വദേശികളെ എല്ലാവരെയും 2-3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നിലവിൽ ആശാൻ ഒളിവിലാണ്. ഈ ഒളിവിലിരുന്നാണ് ഒളിയുദ്ധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒളിഞ്ഞും മറിഞ്ഞു പിടിക്കാമെങ്കിൽ അതിനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും വളരെ രൂക്ഷമായ ഭാഷയെ വെല്ലുവിളിക്കുന്ന തരത്തിലായി വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. നിങ്ങൾക്ക് എന്നെ പിടിക്കാമെങ്കിൽ പിടിച്ചോ, എന്റെ പാർട്ടി പ്രസ്ഥാനം വേറെയാണ്, നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂല എന്ന രീതി തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വന്നിരിക്കുകയാണ്, എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം എനിക്ക് കേസ് നടത്താനായിട്ട് പൈസ ആവശ്യമുണ്ട്, ഞാൻ തൃശ്ശൂർ റൗണ്ടിലുണ്ട്, എന്നെ പിടിക്കാമെങ്കിൽ പിടിച്ചോന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കാപ്പ ചുമത്തേണ്ട അവസ്ഥ, അല്ലെങ്കിൽ കാപ്പ ചുമത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അതായത് നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊരു എന്താണ് ആർ സുഗതനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആർ സുഗതൻ ഒരു കൗൺസിലറാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുകളിലേക്ക് വെടി ഉതിർത്ത് അവിടെ അദ്ദേഹത്തിന്റെ മക്കളെയും ഭാര്യനെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയിട്ടാണ് അന്ന് ഈ ആർ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അതും കാപ്പ കുറ്റം ചുമത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. കാരണം അദ്ദേഹം അവിടെ നടക്കുന്ന പാർട്ടിക്കാരുടെ പല തോന്നിയവാസങ്ങളും പൊതുമധ്യത്തിൽ പറയുന്നത് കൊണ്ട് ഇവർ തന്നെ, അന്നത്തെ പാർട്ടിക്കാർ തന്നെ കേസ് ഉണ്ടാക്കി കള്ളക്കേസിൽ കുടുക്കി ഓരോ പരാതി കൊടുത്ത് അതിന്റെ പരിണിത ഫലമാണ് അദ്ദേഹത്തിന് കാപ്പ കുറ്റം ചുമത്തിയത്. അദ്ദേഹത്തെ നിസ്സാര കാര്യങ്ങൾക്ക്, അതായത് ഒരു പാർട്ടിയുടെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മേല് ആരോപിച്ച ആരോപണങ്ങളും കള്ളക്കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഇപ്പോഴും ഇത്രയും നമ്മുടെ ആഭ്യന്തര മന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും എല്ലാം വെല്ലുവിളിക്കുന്ന അർജുൻ ആയെങ്കിൽ മാത്രം, മൂക്കിന്റെ താഴെ ഇരിക്കുന്ന അർജുൻ ആയെങ്കിൽ മാത്രം അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? വെടിവച്ചോളാൻ പോലീസുകാർക്ക് ലൈസൻസ് വരെ കൊടുത്തു, ഇന്നലെ ഉത്തരവ് വരെ ഇറക്കി, അനുമതി കൊടുത്തു. എന്നിട്ടും ഇപ്പോഴും അർജുൻ ആയെങ്കിൽ വന്നിട്ടില്ല, പിടിക്കപ്പെട്ടിട്ടില്ല. എന്നോടോ ഞാൻ തന്നോട് പറഞ്ഞു, ഞാൻ കീഴടങ്ങാനാണ് ഉദ്ദേശം. ഹൈക്കോടതി ഇതെല്ലാം തള്ളിയല്ല, ഞാൻ ഹാജരായി അതിൻ്റെ കാര്യങ്ങൾ നേരിടാൻ വന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ കീഴടങ്ങാൻ ഉദ്ദേശമുള്ള ഒരുത്തനാണ് നിങ്ങൾ അവൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷൻ നോക്കിയിട്ട് പോയിട്ട് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ നീ അടുത്ത CI ആണെന്നാണ്, ഊന്നുകൽ സ്റ്റേഷനിലെ CI ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഞാൻ അതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിന് മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. മര്യാദയ്ക്ക് കീഴടങ്ങാന്ന് പറഞ്ഞ ഒരുത്തനാണ് വെറുതെ ചൊറിഞ്ഞിട്ട് നിൻ്റെ സഹപ്രവർത്തകൻ നിൻ്റെ ആളായിരിക്കും CI. എന്നെ വേണ്ടാത്ത കേസിലേ, അനാവശ്യമായിട്ടൊരു കേസിലേ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആൾ നിൻ്റെ ആളായിരിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും, അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ എനിക്ക് അത്രത്തോളം അവനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടാണ് നീ എന്നെ പിടിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷനും എടുത്തിട്ട് അവരുടെയൊക്കെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. ഇനി ഞാനും അതേ സെറ്റപ്പ് തന്നെ. ഞാൻ മര്യാദയ്ക്ക് അതിനോട് പറഞ്ഞ് കീഴടങ്ങുമല്ല ഹാജരാവാം. കീഴടങ്ങുന്നുള്ളൊരു ഒരു പദപ്രയോഗം, ഹാജരാവാം ഞാൻ മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നെ പിടിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ നീ പിടിക്കും. നീ നിന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. ഞാനിത് കുറച്ച് കാലമായി
ഞാൻ പോലീസുകാർ കാണുന്നത് തുടങ്ങിയിട്ടു. നിൻ്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. ഞാൻ ഈ കീഴടങ്ങുന്നില്ല, ഹാജരാകുന്നില്ല, ഒരു പറയൂല കേട്ടോ. അല്പമെങ്കിലും മാന്യമായിട്ട് കൈകാര്യം ചെയ്യടാ. ഒരു തെണ്ടി കാക്കി കുപ്പായി വിട്ടിട്ട് കുറച്ച് ആൾക്കാരെ ജീവൻ നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാളൊരു വികാരപ്രകടനം നടത്തിയതിന് എനിക്ക് ഈ സഹപ്രവർത്തനമുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ട് വരിഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ നീയും അതേ സ്വഭാവത്തിനാണ്. നീയും ആ കാക്കി യൂണിഫോം ഇടാൻ വേണ്ടി അർഹനല്ല എന്നതിൻ്റെ അർത്ഥം കേട്ടോ. ആ ഒരു തെണ്ടിക്ക് വേണ്ടിയിട്ട് നീ ഒന്നും വല്ലാണ്ട് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കീഴടങ്ങാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ കീഴടങ്ങാൻ തയ്യാറാണ്, പക്ഷേ എന്നെ അങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ് ശരിക്കും ഭയപ്പെടേണ്ടത്? അതായത് നമ്മുടെ നിയമത്തെ പോലും പുല്ലുവില കൽപ്പിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെയാണ് നമ്മളുടെ നിയമം ശക്തമാകേണ്ടത്. കാരണം നമ്മളുടെ ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര വകുപ്പിനെയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെയെല്ലാം പുല്ല് വില കൽപ്പിച്ച് പിടിക്കാമെങ്കിൽ പിടിച്ചോ, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇവിടെ ഒളിവ് യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരെല്ലാം ആരെയാണ് വെല്ലുവിളിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ സംവിധാനങ്ങളെയും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥരെയും നമ്മൾ അധികാരത്തിലേറ്റിയ, അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയാണ് ഇയാൾ വെല്ലുവിളിക്കുന്നത്. ഇത്തരത്തിൽ വെല്ലുവിളിക്കാനായിട്ട് ഇയാൾക്ക് ആരാണ് ഇവിടെ ലൈസൻസ് കൊടുക്കുന്നത്? ഇയാൾ പാർട്ടിയുടെ ഗുണ്ടയാണ് എന്ന് പറയപ്പെടുന്നു. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. എന്റെ പ്രസ്ഥാനം ചുവപ്പാണ് എന്ന് പറയുമ്പോൾ ആ ചുവപ്പിന്റെ മേലുള്ള അഹങ്കാരമാണോ ഇയാളെ കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്? എന്ത് തന്നെയാണെങ്കിലും നിസ്സാരമായിട്ടുള്ള കേസുകളാണ് ഇയാളുടെ മേൽ ചാർത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു വിഭാഗം ഇയാൾക്ക് ഇത്രമാത്രം സോഷ്യൽ മീഡിയയിലൊക്കെ ജനശ്രദ്ധ കിട്ടുന്നുണ്ട്, നമുക്ക് അറിയുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ നമ്മൾ സ്വയം വിശ്വസിക്കുന്നവര് ഈ ഗുണ്ടാ തലവന്മാരുടെയൊക്കെ ബിഗ് ഫാൻസ് ആവുകയാണ്. കാരണം അർജുൻ ആയെങ്കിൽ, അതേപോലെ ആകാശ് തില്ലങ്കേരി, ഇതുപോലെയുള്ള പല ആളുകളും, അതുപോലെ അനീഷ് ഇതുപോലെയുള്ള പല ആളുകളുടെയും ബിഗ് ഫാൻസ് ആണ് പല ആളുകളും. അവരെ കമന്റ് ബോക്സ് തന്നെ നമുക്ക് പോയി നോക്കിയാൽ അറിയാം. കാരണം ഞങ്ങളുണ്ട് കൂടെ, സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണങ്ങള്, അതായത് പ്രബുദ്ധ മലയാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന കുറെ ആളുകള് ഇവർക്കൊക്കെ കമന്റ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഔചിത്യ ബോധമൊക്കെ എവിടേക്കാണ് പോകുന്നത്? കാരണം ഇവിടുത്തെ നിയമങ്ങളെയും നിയമവാഴ്ചകളെയും വെല്ലുവിളിച്ച് ഇത്തരത്തിൽ മറിഞ്ഞിരുന്ന ഒളിയുദ്ധം നടത്തുന്ന ഈ ഒരു ഗുണ്ടയെ, ഇങ്ങനത്തെ ഒരു ഗുണ്ടകളെ അല്ലെങ്കിൽ അവരെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിയിരുന്ന ആ പാർട്ടീനെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. കാരണം നിങ്ങൾക്ക് ഗുണ്ടകളെ വളർത്താം, പക്ഷെ ഗുണ്ടകളെ വളർത്തുമ്പോൾ നിങ്ങൾ ഈ നിയമത്തെ പോലും പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലാണ് വളർത്തുന്നതെങ്കിൽ ആ നിയമം കൊണ്ട് തന്നെ അവർക്ക് മറുപടി കൊടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അർജുൻ നായകി എവിടെയാണ്? ഇന്ന് പിടിക്കോ നാളെ പിടിക്കോ എന്നൊന്നും അറിയത്തില്ല. കാരണം തൃശ്ശൂർ ഗ്രൗണ്ടിലുണ്ട്, ഞാനിവിടെ ഉണ്ട്, എന്നെ വന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും അർജുൻ നായകയെ പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം അർജുൻ നായകി പറഞ്ഞത്, ഞാനിപ്പോൾ കടലിൽ പോയ മുഖം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെയെങ്കിലും ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വന്നേനെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം കടലിൽ പോയിട്ട് കുത്തിയിരിക്കുന്നത് ഇപ്പോൾ സ്വന്തം അച്ഛനെയും സ്വന്തം ഭർത്താവിനെയും അതുപോലെ മകനെയും ഒക്കെ കാണാതെ അവിടെ സമരം ചെയ്തിരിക്കുന്ന, കുത്തിയിരുന്ന് കരയുന്ന അമ്മമാർക്കും അതുപോലെ ഭാര്യമാർക്കും ഒക്കെ അവർ തിരിച്ചു വന്നേനെ. കാരണം അത്രമാത്രം നമ്മുടെ കേരള പോലീസ്, അതായത് അത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. പക്ഷെ അത് വ്യക്തമായിട്ടുള്ള കാരണം തന്നെയാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കടലാണ് സമയം എടുക്കുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അർജുൻ നായകി ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ വസ്തുത ഇല്ലാതില്ല. കാരണം അവിടെയാണ് പോയതെങ്കിൽ ചിലപ്പോൾ അർജുൻ നായകിയുടെ പേര് പറഞ്ഞിട്ടെങ്കിലും അവരെ രക്ഷിക്കാനായിട്ട് ഇവർ മുതലെടുത്തേനെ, അല്ലെങ്കിൽ സമയം കണ്ടെത്തിയേനെ. ഒരു ഭാഗം പറയുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, മറ്റൊരു ഭാഗം പറയുമ്പോൾ നിയമത്തിനെ ഇവർ മിസ്യൂസ് ചെയ്യണമെങ്കിൽ നിയമവാഴ്ചത്തിന്റെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അർജുൻ നായകി സംസാരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും കേവലം ഒരു ഗുണ്ടയ്ക്ക് നമ്മുടെ നിയമത്തിന്റെ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമത്തിന്റെ പോരായ്മയാണോ അതോ എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്.